ഹലോ, നമസ്കാരം. എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലം വേണം. ഇത് ഞാനും നിങ്ങളുമൊക്കെ പല സമയത്തും പലപ്പോഴായി പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ വില എന്താണെന്ന് കുറേ പേർക്കൊക്കെ അറിയാമെന്നും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ഇത്രയും നാൾ ഒരു അതിനെന്താണ് ഇത്ര വലിയ കാര്യം എന്ന് അങ്ങനെ അത്രയധികം ആലോചിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് അതിനെപ്പറ്റി അതിലൊരു കാര്യമുണ്ട്. ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഗുണങ്ങളെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എഴുതി നോക്കിയപ്പോൾ ഒരു 10, 12 ഗുണങ്ങൾ അതിനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഇതധികം ശ്രദ്ധിക്കാത്തതായിരിക്കും പലരും. ഇപ്പം ഞാൻ ഇടപെടുന്ന ആൾക്കാരിൽ പലരും ഈ ഗുണങ്ങളെപ്പറ്റിയൊന്നും അത്രയധികം അവെയറാണ്, അല്ലെങ്കിൽ അതിനത്രയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ഒരു വീഡിയോ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഫുള്ളി പ്രാക്ടീസ് ചെയ്യുന്ന ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആളല്ല ഇപ്പോൾ. പക്ഷേ നമുക്ക് തോന്നുന്നൊരു കാര്യം നമ്മളിങ്ങനെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചാൽ എനിക്കും ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് കുറച്ചും കൂടി വ്യക്തത വരും. അവെയർനെസ്. നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളുടെ എണ്ണം കൂടും. അതൊരു തരത്തിലുള്ളൊരു മാജിക്കൽ സാധനമാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഓർഡറാക്കി കഴിയുമ്പോഴാണ് എൻ്റേൽ ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ എൻ്റേൽ ഇങ്ങനത്തെ ഒരു ബുക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ വിസ്മൃതിയിലേക്ക് പോവുക എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഉണ്ട്. പക്ഷേ അത് നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തതിന് തുല്യമാണ്. അപ്പം നമുക്ക് അവെയർനെസ് കൂടും എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. എന്തൊക്കെയുണ്ട് എന്നുള്ള അവെയർനെസ് കൂടും. അതുവഴി നമ്മുടെ കയ്യിൽ ആക്ച്വലി ഉള്ള സാധനങ്ങളുടെ എണ്ണം കൂടും. നമുക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളുടെയോ ടൂൾസിൻ്റെയോ ഒക്കെ എണ്ണം കൂടും എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ വേസ്റ്റേജും അതുപോലെ ഡീക്കേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പം എന്ത് പറ്റും? അത് കേടായിപ്പോവും. അല്ലെങ്കിൽ ചില മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഷെൽഫിൻ്റെ അകത്ത് അങ്ങനെ കിടപ്പുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഒരു ബാറ്ററി കിടപ്പുണ്ടാവും. ആ ബാറ്ററി ലീക്ക് ചെയ്ത് അത് കേടായിപ്പോവും. അല്ലെങ്കിൽ അങ്ങനെ പല പല സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കേടായി പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രകൃതിയിലാണെങ്കിൽ അതിന് നാച്ചുറൽ അതിൻ്റെ മെക്കാനിസത്തിൽ അത് ഡീക്കേ ചെയ്ത് മണ്ണായി ചേർന്ന് അങ്ങനെ അതിൻ്റെ ആ ഒരു സൈക്കിളുണ്ടല്ലോ, അതിൽ കൂടെ പോകും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണെങ്കിൽ അങ്ങനൊരു സൈക്കിളില്ല. അത് ജസ്റ്റ് കേടായി അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും. എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലമുണ്ടെങ്കിൽ, ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത് എവിടെയാണ് ഉള്ളത്. നമ്മളത് ആവശ്യത്തിന് ഉപയോഗിക്കും. ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യും, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യും, ഇടയ്ക്കൊന്ന് എടുത്ത് അവിടെ വെക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കേടായി പോകാനുള്ള സാധ്യത കുറയും. അപ്പോൾ വേസ്റ്റേജ് കുറയും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഫാസ്റ്റ് ഡിസിഷൻസ്. അതായത് ഇപ്പം നമുക്കെന്തെങ്കിലും നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പോൾ നമുക്ക് തക്കാളി മേടിക്കണോ? തക്കാളി പക്ഷേ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ സാധനം മേടിക്കണോ? അങ്ങനെയൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തുള്ള ഡിസിഷൻസ് ആവാം. അല്ലെങ്കിൽ അങ്ങനെ പല സിറ്റുവേഷൻസ് വരും നമ്മുടെ ഡെയിലി ലൈഫിൽ. നമുക്ക് ഇന്ന കാര്യം ചെയ്യണോ വേണ്ടയോ? ഇയാളോട് ഇത് പറയണോ വേണ്ടയോ? ഇതിവിടെയാണോ ഇരിക്കണത്? അങ്ങനെ ഡിസിഷൻസ് നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ എല്ലാം അതിൻ്റേതായ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. എന്താണ്, എവിടെയാണ്, എത്ര അളവിലുണ്ട് എന്നുള്ള ക്ലാരിറ്റി ഉള്ളത് വെച്ച് നമുക്ക് ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതാണ് മൂന്നാമത്തെ ഗുണം. ഈ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഉള്ള ഒരു ഗുണമാണ്. സോറി തെറ്റിപ്പോയി. നാലാമത്തെ ഗുണം വേറെ ഒരെണ്ണമാണ്, ഇൻസ്റ്റൻറ്റ് ആക്സസ്. അതായത് നമുക്ക് എന്താ എവിടെയാണ് ഉള്ളതെന്നുള്ളത് കറക്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് സാധനം കിട്ടും. അതായത് ഇപ്പം നമ്മളെന്തൊരു സാധനം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം. സ്ക്രൂ ഡ്രൈവറിന് കറക്റ്റ് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ പോയി എടുത്ത് സാധനം ചെയ്ത് പരിപാടി കഴിയും. അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു ടേപ്പ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊടുക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു പേന വേണം. നമുക്ക് പെട്ടെന്ന് എന്തൊരു സാധനം എഴുതാൻ തോന്നി. അപ്പോൾ നമ്മൾ പേന എവിടെയെങ്കിലും തപ്പി നടന്ന് ആ തോട്ട് ചിലപ്പോൾ പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ കറക്റ്റ് തുണി ഏതാണ് എവിടെയാണെന്നുള്ളത് അതിനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി എടുത്ത് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുമെന്നുള്ളതാണ് 4ാമത്തെ ഗുണം. വിച്ച് ലീഡ്സ് ടു ദ 5ാമത്തെ ഗുണം, വിച്ച് ഈസ് യു ക്യാൻ ഡൂ തിങ്സ് ഫാസ്റ്റ് എക്സിക്യൂഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓരോന്നും ആലോചിച്ച് ഇതെവിടെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിച്ച് അതെടുത്തുകൊണ്ട് വന്ന് ഇത് ചെയ്താൽ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇത് വേണമല്ലോ, പക്ഷേ അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, അത് പോയി തപ്പിയെടുത്തുകൊണ്ട് വന്ന് അത് ചെയ്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളോ ടൂൾസോ അങ്ങനെയുള്ള സാധനങ്ങളുടെ കറക്റ്റ് സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളായി നിങ്ങൾ മാറും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ട്രസ്റ്റ് കൂടും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അതായത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ ആക്സസ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഇന്ന സമയത്ത് നടക്കും. അങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരാനായിട്ട് എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലവും ഓരോ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം അതായിരുന്നു 6ാമത്തെ ഗുണം. ഇനി 7ാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈസി ഡെലിഗേഷൻ. നിങ്ങൾക്ക് കാര്യങ്ങൾ വേറെ ആൾക്കാരെ ഏൽപ്പിക്കാൻ എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരാളെ ജോലിക്ക് നിർത്തി, അയാൾക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിന് ക്ലീനിങ് ലിക്വിഡ് എവിടെയാണെന്ന് ഉള്ളത് അയാൾക്ക് അറിയണം. അപ്പോൾ സാധാരണ നിലയിൽ പല പല സ്ഥലത്തും ചിലപ്പോൾ ബാത്റൂമിൽ വെന്റിലേറ്ററിൻ്റെ സൈഡിലായിരിക്കും, ചിലപ്പോൾ ഈ കബോർഡിൻ്റെ അകത്തായിരിക്കും, ചിലപ്പോൾ ആ സിങ്കിൻ്റെ സൈഡിലായിരിക്കും. അങ്ങനെ പല പല സ്ഥലത്ത് മാറി ഇരിക്കുന്നതാണെങ്കിൽ അയാൾ തപ്പാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തപ്പിയെടുത്ത് അതവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അതവിടെ ഇല്ലേ, ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കി കണ്ടുപിടിച്ച് അത് കൊടുത്ത് അയാളത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അങ്ങനെയായിരിക്കും ചിലപ്പോൾ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ കൺവിൻസിങ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് ആലോചിച്ചെടുക്കുന്നില്ല. എനിവേ ഐ തിങ്ക് യു ഗെറ്റ് ദ പോയിൻറ്റ്. നമുക്ക് ചുമ്മാ പറയാം ബ്ലൂ ബോക്സ് ഇൻ തേർഡ് കബോർഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. നമുക്കൊരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അയാൾക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പറയും അതവിടെ ഇരിപ്പുണ്ട്, കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ അയാൾ നോക്കിക്കോളും. അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം. അതെടുത്തു, അത് കഴിഞ്ഞ് ഇനി എന്താ ആവശ്യം വരാം, അത് വേണമല്ലേ, അപ്പം നമ്മൾ അതും തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ. അപ്പോൾ ഡെലിഗേഷൻ ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളതാണ് 7ാമത്തെ ഗുണം. ഇനി 8ാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സസ് ഭയങ്കര ക്ലിയർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാലത്ത് നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുക. ഫസ്റ്റ് പല്ല് തേക്കും, പിന്നെ ടോയ്ലറ്റിൽ പോകും, പിന്നെ വന്ന് നിങ്ങളുടെ ടേബിളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഈ സാധനം ചെയ്യും, അല്ലെങ്കിൽ എഴുതും, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ യോഗ ചെയ്യും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ പോകാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേണമായിരിക്കും, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോകണം, അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും, അങ്ങനെ എന്ത് ചെയ്യാനാണെങ്കിലും അതിന് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് വേണമായിരിക്കും. ആ സാധനങ്ങൾ അതിൻ്റെ സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റുട്ടീനും പ്രോസസ്സും ഒക്കെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പൊക്കോളും. അതല്ലെങ്കിൽ ആ സമയത്ത് അത് തപ്പാൻ നിൽക്കണം, അല്ലെങ്കിൽ അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല, ആലോചിക്കും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് വരും, നമ്മളത് ഡ്രോപ്പ് ചെയ്യും, അങ്ങനെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പല പല പ്രോസസ്സസും ഇച്ചിരി സ്മൂത്താവും എന്നുള്ളതാണ് എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന 8ാമത്തെ ഗുണം. ഇങ്ങനെ പ്രോസസ്സൊക്കെ സ്മൂത്തായി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു 9ാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും പല സാധനങ്ങളും. ഈ പറഞ്ഞ പ്രോസസ്സിൽ പലതിനും നമ്മൾ മാനുവലി ഓർത്ത് ചെയ്യണതിന് പകരം നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് പലപ്പോഴും വല്ല ഡിവൈസോ അല്ലെങ്കിൽ വല്ല സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഈവൻ മാനുവലി വേറെ ആൾക്കാരുടെ ഹെൽപ്പോടെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോസസ്സസൊക്കെ ഈസിയർ ആവും. അത് കുറച്ചും കൂടി ഓട്ടോമേഷന് ഈസി ആയിട്ടുള്ള തരത്തിൽ ഈ പ്രോസസ്സസ് സിമ്പിൾ, ക്ലിയർ ഒക്കെ ആവും. അപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലം ഉണ്ടെങ്കിൽ. വേറെ ഒരു ഗുണം, ഇത് 10ാമത്തെ ഗുണമാണെന്ന് ഓർക്കണം, ലോ ഫെറ്റീഗ്. അതായത് നമ്മൾ ദിവസം തോറും കുറേ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മുടെ വിൽ പവർ കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ കണ്ടു.
അതായത് നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ബ്രെയിൻ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുകയാണ്. അതായത് ഇത് വേണോ അത് വേണോ, ഇത് അവിടെയാണോ ഇരിക്കുന്നത്, ഇത് എവിടെയാണോ ഇരിക്കുന്നത്, അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള സാധനത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയും ഇഫ് പ്രോസസ്സസ് ആർ സ്മൂത്ത്, മെനി തിങ്സ് ആർ ഓട്ടോമേറ്റഡ്, എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ആലോചനയും കുറേ ഡിസിഷൻ മേക്കിങ്ങും കുറേ സാധനങ്ങൾ അങ്ങനത്തെ നമ്മുടെ ബ്രെയിൻ നമുക്ക് പിന്നെ ആവശ്യമില്ല അങ്ങനത്തെ. അതൊക്കെ സെറ്റാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതാണ് 10ാമത്തെ ഗുണം. ഇനി 2 ഗുണങ്ങളും കൂടി ഉണ്ട്. 11ാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ കാം. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിന് ഇച്ചിരി സമാധാനം ഉണ്ടാവും. 11ാമത്തെ ഗുണം. അതായത് കുറേ ആവശ്യമില്ലാത്ത ചിന്തകൾ വേണ്ട. ഒരു സാധനം എവിടേക്കോ ഉണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടാവില്ല. നിങ്ങൾക്കറിയാം എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ പൊസഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പിൽ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആവശ്യം വന്നാൽ, എന്തൊക്കെ അധികം വൈകാതെ എക്സ്പയർ ആയി പോകും, എന്തിനൊക്കെ റിപ്പയറും മെയിൻ്റനൻസ് ആവശ്യം വരും അധികം വൈകാതെ. അങ്ങനെ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഇച്ചിരി ഒരു ഓർഡറും നീറ്റും ക്ലീനും ആകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഇച്ചിരി സമാധാനം വരും. അതാണ് 11ാമത്തെ ഗുണം. അതാണല്ലോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലേ? നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. എനിവേ, അത് 11th ഗുണമായിരുന്നു. ഇനി ഒരു ഗുണം കൂടിയുണ്ട്, 12th ഗുണം. ഇങ്ങനെ മൈൻഡ് പീസ്ഫുള്ളായി ഇച്ചിരി സ്പേഷ്യസ് ആയി ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഓട്ടപ്രദക്ഷിണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സർവൈവൽ, നമ്മളെങ്ങനെയെങ്കിലും ഒരു ഡേ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു മൂഡിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് സ്ഥലമില്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പടം വരയ്ക്കൽ മാത്രമല്ല, ഇപ്പോൾ സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുമ്പോഴായാലും അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു അപ്രോച്ച്, നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഏതിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജോലിയിലാവാം, നമ്മളുടെ നോർമൽ ഡെയിലി ആക്ടിവിറ്റീസിൽ പലതിലും ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് സ്പേസ് കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനൊരു ഓർഡറും എല്ലാത്തിനും അതിൻ്റെതായ സ്ഥലം ഉണ്ടെങ്കിൽ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ഇത്രയും പോയിൻറ്റ്സാണ് എനിക്ക് ഇതുവരെ ആലോചിച്ചപ്പോൾ കിട്ടിയത്. ഐ എം ഷുവർ ഇനിയും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന അഡ്വാൻറ്റേജ് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ അല്ല, ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എഡിറ്റിങ്ങിലും അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഇതുവരെ ശ്രദ്ധ കൊടുത്തിട്ടില്ല. എനിക്ക് എഡിറ്റിംഗ് പഠിക്കണമെന്നുണ്ട്, പക്ഷെ അതുവരെ ഞാൻ മിക്കവാറും ഈ വീഡിയോ വേറെ ആരെക്കൊണ്ടെങ്കിലും എഡിറ്റ് ചെയ്യുമായിരിക്കും. എനിവേ, ക്വാളിറ്റി ഓഡിയോ, ക്വാളിറ്റി പ്രൊഡക്ഷൻ, സ്ക്രിപ്റ്റിംഗ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സോ ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. എനിവേ, ഇഫ് യു ലൈക്ക് ദിസ് കോണ്ടൻറ്റ്, ഇതുപോലത്തെ വേറെ വീഡിയോസ് ഞാൻ ഇനി ചെയ്യും. ഞാൻ ഇതുപോലെ കുറേ പ്രോജക്ട്സും കുറേ ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ സബ്സ്ക്രൈബ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. If you did not like this video, please dislike the video, so I know how many people like, dislike and all that. I think that's it. Thank you and have a great day.